ഓപ്പറേഷൻ തൂഫാൻ ഈസ് അടിപൊളി. ഇങ്ങനെ ഞാൻ സിനിമയിൽ മാത്രമേ ഞാനിത് കണ്ടുള്ളൂ. പണ്ട് ജില്ല മൂവിയിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറെ ഗുണ്ടകളെയൊക്കെ പിടിച്ചോണ്ട് പോകും. കുക്കറിൽ വെച്ചവനെ ചമ്മന്തി അരയ്ക്കാനായിട്ട് കഞ്ചാവ് നട്ടവനൊക്കെ തൂക്കി. ഇനി ആരാണെങ്കിലും തൂക്കിയിരിക്കും. പോലീസുകാർക്കൊക്കെ പുല്ല് വില കൊടുത്തിരുന്നവർക്ക് ഉണ്ടല്ലോ ഇനി ഒന്ന് പേടിക്കും. കേരളം മുഴുവനും ഒരു വലിയ ഓപ്പറേഷന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് പോലീസ്, മറ്റൊരു വശത്ത് ലഹരി മാഫിയ. ഇത്ര നാള് ജനങ്ങളുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്ന വിശ്വാസം. അതെന്തായാലും ഓപ്പറേഷൻ തൂഫാൻ തകർത്തങ്ങട്. ഈ വീട്ടുകാർ പണ്ടുതൊട്ടേ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുക. അത് മേടിച്ച് തിന്നരുത്, അവർ തരുന്ന മേടിക്കരുത്, മയക്കുമരുന്നാണ്, മാഫിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ സിനിമകളും കണ്ട് പേടിച്ചിരിക്കുക. പക്ഷെ ഇപ്പൊ ഒരു വിശ്വാസമുണ്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോഴോ ഫേസ് ചെയ്യുമ്പോഴോ ഒക്കെ പോലീസുകാരെ വിളിച്ച് പറഞ്ഞ അവർ ആക്ഷൻ എടുക്കും, നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെ ഒരു വിശ്വാസം. ഈ ലഹരി ഉപയോഗിക്കുന്നതോ കൈമാറുന്നതോ ഒക്കെ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചറിയിക്കുക. വിളിച്ചറിയിക്കേണ്ട നമ്പർ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ കൊടുത്തയക്കാം. പോലീസിനെ അറിയിക്കാനായിട്ട് നിങ്ങൾ പേടിച്ച് നിൽക്കരുത്. നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒരു കാരണവശാലും ചോർന്നു പോകുന്നതല്ല. ഓപ്പറേഷൻ തൂഫാന് വെറും ഒരു സാധാരണ റെയ്ഡ് ആയിട്ട് മാത്രം കാണരുത്. ഇത് കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു മാറ്റാനുള്ള ഒരു വലിയൊരു മിഷനാണ്. ഡ്രഗ്സ് വിൽക്കുന്നവരെ കണ്ടുപിടിച്ച് ഡ്രഗ് നെറ്റ്വർക്ക് തകർത്ത് ലഹരിയിൽ നിന്നും യുവാക്കളെയും സ്റ്റുഡൻസിനെയും രക്ഷിക്കുക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യം. ഇങ്ങനെയുള്ള കീടങ്ങളെയൊക്കെ പിടിച്ചു കൊടുക്കുന്നത് തന്നെ നല്ലത്. എന്തിനാണ് നമ്മുടെ നാട്ടിൽ കുറച്ച് നാളത്തേക്ക് ചീഫ് മിനിസ്റ്റർ ആര് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. ആ ടൈമില് തമിഴ്നാട്ടിലെ വിജയ് അവിടെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഇതുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും നമുക്ക് രോമാഞ്ചം കൊള്ളുന്ന വിധത്തിൽ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. ഈ കേരളത്തെ ലഹരി വിമുക്തമാക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ് വേണ്ടത്? പോലീസ് ആക്ഷൻ ആണോ അതോ പബ്ലിക് അവയർനെസ് ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.